ചൂടില്ല. എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൂസ് സ്വാഗതം. കാണാം. അപ്പൂസ് സ്വാഗതം പറഞ്ഞിട്ട് ഞാൻ അപ്പൊ വരാന്ന്. എപ്പോഴും ഉള്ള പരിപാടിയാണ്. പെട്ടെന്ന് മുങ്ങും, എന്നാ പെട്ടെന്ന് വരും ചെയ്യും. അങ്ങനെ കേട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷം നമ്മള് ഉച്ച സമയത്ത് 2 മണി നേരത്താണ്. നമ്മൾ ഇപ്പോഴാണ് നമ്മളെ ചോറും കറിയും ഒക്കെ ആക്കാൻ പോണത്. ഇതുണ്ടോ നല്ല മുരിങ്ങയില. ഇത് മാത്രല്ല ടമ്മേൻ്റെ അടുത്തുണ്ട്, കുറച്ച് ഊരിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങ താളിപ്പാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ ഇതുണ്ടോ അമ്മ നല്ല വലിയ പപ്പായ കറൂത്ത. ഓരോ സ്ഥലത്തേക്ക് ഓരോ അത് വെച്ചിട്ട് ഇന്നെ കാണില്ല. പപ്പായ, കർമൂസ, ഓമയ്ക്ക പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ പപ്പായ ഇവിടെ എത്തിയിട്ട് 2-3 ദിവസം വിഷുവിന് എത്തിയത് അവിടെ. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ സ്ഥിതി അറിയില്ല, പഴുത്തതാണോ പച്ചയാണോ അറിയില്ല. അപ്പൊ ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ്. ഇപ്പൊ ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇന്നാളത്തെ പോലെ ഹെലികോപ്റ്റർ വരുന്നു സൗണ്ട്. മുരിങ്ങ താളിപ്പ് പരിപാടികളൊക്കെയാണ്. പിന്നെ നമ്മൾ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോയി ഞങ്ങൾ ഉച്ച വരെ. രാവിലെ ചായക്ക് കടിയിലൊക്കെ ഉൾപ്പെടുത്തി. ഇനിയിപ്പോ അതന്നെ ആയാൽ ശരിയാവില്ല. അപ്പൊ അമ്മ അടുത്ത നമ്മളെ വീട്ടിൽ നിന്ന് ഓണർ കാക്കാൻ്റെ വീട്ടിൽ പോയിട്ട് മുരിങ്ങയില കൊണ്ടുവന്നാണ്. അത് താളിക്കും ചെയ്യാം. ഇതൊരു ഉപ്പേരി ആക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നാളെ നമ്മള് ചേച്ചീന്റെ കുട്ടീന്റെ 28 മറ്റന്നാളാണ്. അപ്പൊ ഞങ്ങള് നാളെ അമ്മ രാവിലെ എപ്പോഴാ പോവാ? നമ്മള് എല്ലാവരും നാളെ രാവിലെ ഞാനും പോരണോ? അല്ല ഞാൻ കുറച്ച് പോവാന്നെല്ലാവർക്കും. ഏതായാലും ഒരു വണ്ടി ഇന്നലെ ഞങ്ങള് പോയി. പിന്നെ ഇന്ന് പോയിട്ടില്ല. 11 കിലോമീറ്റർ ഉള്ളൂ. 10 കിലോമീറ്റർ 11 കിലോമീറ്റർ ഉള്ളൂ. നമ്മളെന്നെ വേണം അവിടെയൊക്കെ ആക്കി വെക്കാനൊക്കെ. നേരത്തെ പോണം. ഇന്നലെ ഒരു 10 മണിയൊക്കെ ആകുമ്പത്തിന് പോവല്ലേ രാവിലെ. ഇപ്പൊ നാളെ വിശേഷം ചെയ്യാൻ പറ്റുമോന്നറിയില്ല. നമ്മളെ വിശേഷം കാണലായിട്ട് കുറെ ആൾക്കാർ നമ്മളോട് പറഞ്ഞ എന്നും വിശേഷം ചെയ്യണം അല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറുത് നമ്മള് എന്തായാലും ചെയ്യും. ചേച്ചിന്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ വീഡിയോ ഒരു ദിവസം കാണാത്തോണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരാൾക്കാർ നമ്മളെ വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട്. എന്നാലും ഒന്നല്ലാത്ത നമ്മൾ ഇത്രയും ആൾക്കാരെ നമ്മളെ സ്നേഹിക്കാണ്ടല്ലേ, വളരെ സന്തോഷമുണ്ട് മനസ്സിൽ. അങ്ങനത്തെ കമന്റ് കേൾക്കുമ്പോ വളരെ സന്തോഷം. അതാണ് ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റൂലെന്നൊക്കെ പറയുമ്പോ സന്തോഷല്ലേ. പിന്നെ അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിട്ടല്ലേ നമ്മളെ ഇത്രയും വലിയ ഇഷ്ടം ഉണ്ടായിട്ടല്ലേ. പിന്നെ അതുകൊണ്ട് പിന്നെ വെച്ചാല് നമ്മളെ ഏത് തിരക്കാണെങ്കിലും അല്ലേ, ആ തിരക്കിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് നമ്മളെ വിശേഷം പറയുമ്പോ നമുക്കൊരു സമാധാനം. പിന്നെ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ടൂറുണ്ട് അല്ലേ. ഞങ്ങൾ അങ്ങനെ പൊതുവെ ടൂറൊന്നും പോണ ആൾക്കാരല്ല. അതെന്താ വെച്ചാ ആളെ നിങ്ങൾ എല്ലാരും അറിയാം. പക്ഷെ സർപ്രൈസ് ആണ്. അത് സർപ്രൈസ്. അത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരും. ഫാമിലിനെ മൊത്തം നമ്മള് കാണിച്ചു തരും. ആളിപ്പോ ഗൾഫിൽ നിന്ന് വന്നാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായി? 3 ദിവസം. 3 ദിവസമായിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാനുള്ള ചിലപ്പോ ഇങ്ങോട്ട് ഫസ്റ്റ് വരും. എന്താ അറിയില്ല, സർപ്രൈസ് ആയിട്ട് ഫാമിലി മൊത്തം വിളിച്ചിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഞങ്ങളിത് എന്താ പറയാ, ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ടൂറ് പോണ പരിപാടിയോ അല്ലെങ്കിൽ ഞങ്ങളെ ബന്ധുക്കളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അവിടെ പോകും. അല്ലാതെ ഒരു ഔട്ടിങ് പറഞ്ഞിട്ട് ഞങ്ങൾ പോകലില്ല. അപ്പൊ ഇതാദ്യമായിട്ടാണ് ജീവിതത്തിൽ നമ്മള് അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് അങ്ങനെ നിക്കണ. പോയിട്ടുണ്ട് നമ്മള് കോഴിക്കോടുള്ള പ്രവേശിന്റെ അടുത്ത് പോയിട്ട് വന്നു. പക്ഷെ നമ്മള് പോവാൻ വിചാരിച്ചപ്പോ ഈ സ്ഥലം എന്ന് പറഞ്ഞാല് ഒരു ദിവസം കൊണ്ടൊന്നും പോയി വരല് നടക്കണ കാര്യമല്ല. അപ്പൊ 1-2 ദിവസത്തെ വീഡിയോ ആയിട്ട് നമ്മള് സർപ്രൈസ് ആയിട്ട് നമ്മള് വരുന്നുണ്ട്. അതന്നെ. അപ്പൊ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട്. ഷുജി പറഞ്ഞോ. അപ്പോൾ നമ്മളെ ഒരു സബ്സ്ക്രൈബറാണ് വീഡിയോ കാണുന്ന ആളെ വീട് എടപ്പാളാണ്. സുഹൈർ എന്നാണ് പേര്. ഇപ്പോ ബഹ്റൈനിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ ഇതുവരെ സുഹൈർ എന്ന് പറഞ്ഞ ആള് അവിടെ ഒറ്റയ്ക്കായിരുന്നു. ഫാമിലി ഉമ്മയും ഭാര്യയും കൂടി അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അപ്പൊ നോമ്പിന്റെ ആ ഒരു സമയത്താണ് ചെന്നത്. അപ്പൊ ആള് മക്കത്തേക്ക് പോവുകയാണ്, ഉംറ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞാണ്.
അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാരും എല്ലാരും നമ്മളെ സുഹേറിന്റെ ഉമ്മാക്കും ഭാര്യക്കും വേണ്ടിട്ട് അതെ എല്ലാരും പ്രാർത്ഥിക്കണം. എല്ലാരും പ്രാർത്ഥിക്കണം. അപ്പൊ ഓനും പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെയാന്ന് ഓൻ അറിയില്ല. അതെ എല്ലാ ആൾക്കാർക്കും എല്ലാ ഫാമിലിക്കും വേണ്ടി. അപ്പൊ ഓൻ എന്തേലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളെല്ലാം അറിയാതെ ചെറുപ്പത്തിലൊക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഒക്കെ പുറത്ത് മാപ്പായി കൊടുക്കുക. പിന്നെ എന്താ അപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ രീതിയിൽ നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓൻ നല്ല രീതിയിൽ പോയി വരട്ടെ. ഓൻ്റെ ഉമ്മാക്കും പെണ്ണുങ്ങൾക്കും ഓനക്കും നല്ലത് വരട്ടെ അല്ലേ, ഞങ്ങളും പ്രാർത്ഥിക്കണം. അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് അതാ പറയാനുള്ളത്. പ്രാർത്ഥിക്കും. നമ്മളെ ആൾക്കാർ പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാരും. ഇപ്പൊ നമ്മളെ അമ്പലത്തിൽ പോയിട്ട് നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. സുഹേറെ ഉമ്മാനോട് എല്ലാരും വീഡിയോ കാണാനാണ്. ഇനി നമുക്ക് ഒരു നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. ഇപ്പൊ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരും. ഞാൻ ഈ എങ്ങനെ മുറിക്കും. അപ്പൊ ഓനിപ്പോ ഈ വീഡിയോ കാണാൻ പറ്റില്ല, തിരക്കായി. ഇപ്പൊ അന്ന് 18-ാം തീയതി ഇന്ന് പോവും. അപ്പൊ ഇന്ന് എന്തായാലും എത്തൂല്ലോ. അപ്പൊ എല്ലാരും ഒരട്ടോടെയും പറയാ, എല്ലാരും നമ്മളെ മക്കത്തേക്ക് പോകണമല്ലോ. ഫാമിലിക്ക് സുഹേറിനും ഫാമിലി കുടുംബത്തിന് വേണ്ടി എല്ലാരും ദുആ ചെയ്യാ. അപ്പൊ നമ്മളെ പരിപാടിക്ക് തുടങ്ങാം നമുക്ക്. അമ്മ ഇത് ഉപ്പേരി വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കറുത്തേന്റെ ഉള്ളത്തെ സ്ഥിതി ഇതാണ്. ഇത് മധുരം ഉണ്ടാവും ഉപ്പേരി വെച്ചാല്. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. പുറം കണ്ടപ്പോ നല്ല പച്ചയായിരുന്നു. അപ്പൊ പച്ച ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതേതായാലും പാളി. ഇനി ഉണ്ടാക്കണ്ടല്ലോ, ഇത് മധുരം ഉണ്ടാവും. അപ്പൊ മുരിങ്ങ താളിപ്പ് മാത്രം, സോയാബീൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഉപ്പേരി ക്യാൻസൽ. നമുക്ക് എന്തായി കൊടുക്കും? ഉപ്പേരി ക്യാൻസൽ. സോയാബീന് പൊരിക്കാം. മധുരണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും ആകാംക്ഷയിലോടി കാത്തിരിക്കുന്ന വീഡിയോ വരുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത് വരും അല്ലേ? വൈകാതെ. അപ്പൊ ഉണ്ടാക്കല്ലേ അമ്മ മുരിങ്ങ താളിപ്പ്? അപ്പൊ ഞാന് ഉള്ളിയൊക്കെ അരിയട്ടെ കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും. ചിലരൊന്നും മുരിങ്ങ താളിക്കുമ്പോ വെളുത്തുള്ളി ചേർക്കില്ല എന്ന് പറയണേക്കാം. പക്ഷെ നമ്മളിങ്ങോട്ട് മെയിനായി നിൽക്കുന്ന ആള് വെളുത്തുള്ളിയാ. വെളുത്തുള്ളി പച്ചമുളകും ചെറിയ ഉള്ളി. അപ്പൊ അത് മൂന്നും കൂടി മൂപ്പിച്ചിട്ട് ആണ് മുരിങ്ങ അയക്കിടുന്നത് കേട്ടോ. ചില ആൾക്കാർ ഇപ്പൊ ഗൾഫിലുള്ള ആൾക്കാർ കിട്ടുന്നുണ്ടാവില്ല. നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരെ മുരിങ്ങൊന്നും കിട്ടും. പക്ഷെ അതന്നെ ഇപ്പൊ നാട്ടിൽ തന്നെ അല്ല, കരിഞ്ഞ സമയമാണല്ലോ വെയിലിന് കാരണം. ഇത് കായ ഉണ്ടാവണം മുരിങ്ങന്. അപ്പൊ അത് വലിയ നമ്മളെ സാധാ ഇതിന് നനവുള്ള സ്ഥലത്താണ് പിന്നെ കായ ഉണ്ടാവുന്നതാണ്. പിന്നെ വേറെല്ലത് നമ്മളെ സാധാ കായ ഉണ്ടാവണം മുരിങ്ങല്ലേ, അത്ര രസം ഉണ്ടാവില്ല അത് നമ്മള് കറി വെച്ചാലെന്ന് പറയണേക്കാട്ടോ. പക്ഷെ ഇന്നിപ്പോ അത് കിട്ടിയപ്പോ നമ്മൾ ഉണ്ടാക്കാൻ മുരിങ്ങ ഇലക്കറി നമുക്ക് എത്ര കൂട്ടിയാലും അല്ലേ ഇഷ്ടല്ലേ, മതിയാവൂല. പിന്നെ കൊറേ ആയി നമുക്ക് മുരിങ്ങാക്കൂട്ട ഉണ്ടാക്കാൻ പോകണം. ഉണ്ടാക്കാനോട് നീക്കാൻ തോന്നില്ല. നല്ല തണുപ്പത്ത് ഈ മണ്ണിലിരിക്കാൻ നല്ല സുഖം. കഴുകണല്ലേ, പൊടി പാടിയിട്ടുണ്ടാവും ചിലപ്പോ. കോഴിക്കൊന്നും തിന്നാൻ കൊടുക്കാല്ലോ. കോഴിക്കോ കൊടുത്തിട്ടുണ്ടല്ലോ. കാക്ക വെള്ളത്തിന് നിൽക്കുന്നുണ്ട്. കാക്കയ്ക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ടോട്ടിന്ന് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ പറയാ, നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് തെഴു വന്നു. അവനോട് പറഞ്ഞു തന്നപ്പോ തന്നെ 2 മാസം കൊണ്ടാവുന്നു. ഇപ്പൊ മുരിങ്ങ നമുക്ക് കിട്ടിയിട്ട് കുറെ സൈല. ഭയങ്കര ഇഷ്ടമാണ് ഇലക്കറി. ഇതെല്ലാരും ഇഷ്ടപ്പെടത്തില്ല, ആരുമില്ല. അമ്മ എന്താ നമ്മ ചീന പറഞ്ഞ. പക്ഷെ ഇന്നിപ്പോ 2 മണി നേരം സമയമായാലും നമുക്ക് ഒരു ചൂടില്ല. ഞാൻ വിശപ്പില്ലാണ്ടാവുന്ന. അതെന്താന്നറിയോ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്നും ഒരു ചെറിയ കാറ്റുണ്ട്. അതുപോലെ മഴേന്റെ ലക്ഷണങ്ങളുണ്ട്. അതാ തോന്നണേ അല്ലേ?
മഴയ്ക്കുള്ള ഇതുണ്ട് എന്നാണ് ആ ഒന്നായിട്ട് ഇത് പെയ്താ നിക്കലുണ്ടാവില്ല വരെ മഴ അറിഞ്ഞു നിന്നിട്ട്. നമ്മളിന്ന് പുറത്തുനിന്ന് തീ പിടിപ്പിക്കില്ല കേട്ടോ, ഒന്ന് ഇപ്പൊ ഇവിടുന്ന് ശരിയാവില്ല. ഉള്ളിക്ക് പോകാൻ താളിപ്പിന് നമ്മളെ വീട് പണിയുടെ മുമ്പ് അങ്ങോട്ട് പെയ്യും. നമ്മളെ തറ ഒന്നും അനയാണ്ടല്ലേ അമ്മ? ഒരു മഴ നമ്മളെ തറ അടിപൊളിയാവും. ഇനി വെള്ളം വരേണ്ട ആവശ്യമില്ല ഷിജി. ഇനി ശരിക്കും എന്താ ചെയ്യണ്ടത്? ഡ്രാഗൺ ഫ്രൂട്ട് വെയിലത്താക്കണ്ടേ? അപ്പൊ നമുക്ക് ഉണ്ടാക്കല്ലേ? ഇവിടുന്ന് ഉണ്ടാക്കണേ ഇന്ന്? അപ്പൊ നമ്മളെ മുരിങ്ങ ഉണ്ടാക്കാൻ പോവാണ്. താളിപ്പ് കേട്ടോ, മുരിങ്ങ താളിപ്പ്. പരിപ്പുണ്ട്, പരിപ്പിട്ടും വെക്കലുണ്ട്. പക്ഷെ ഇനിയിപ്പോ പരിപ്പൊക്കെ ആയി കിട്ടുമ്പോഴേക്കും കുറെ സമയാവും. അപ്പൊ നമ്മള് ഉള്ളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ടത്. എണ്ണയില് വെളിച്ചെണ്ണ ഇട്ടിട്ട് മൂപ്പിക്കുക. അതിന്റെ ഇടയ്ക്ക് ഉള്ളി എന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു, അതിങ്ങനെ കറിവേപ്പിലയും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൂസിനൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ട്. കുട്ടികൾക്കൊക്കെ പറ്റും, നമുക്ക് പറ്റും. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഏട്ടന് ഇഷ്ടമല്ല അല്ലേ? പിന്നെന്താ മുളക് ഇട്ടുണ്ടല്ലോ അതിൽ? അതിന് ഞാൻ എന്ത് പച്ചമുളക് അറാപ്പുമാവ് ഞാൻ ചട്ടി ഒഴിവാക്കി വെച്ചതാ. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്പെഷ്യൽ ഷിജി, എല്ലിന്റെ സ്പെഷ്യല് ചൂടാക്കിയോ? സാധനം എല്ലിന്റെ ചട്ടിയാണ് ശരിക്കും ഇറച്ചിയല്ല നമ്മള് ഷവർമ്മയ്ക്ക് കിട്ടുന്ന സാധനം. അതിന്റെ പക്ഷെ നല്ലതാണ് കേട്ടോ. പക്ഷെ ഞങ്ങള് ചിക്കൻ തന്നെ വാങ്ങല്. ഇന്നൊരു ആഗ്രഹം ഇന്നലെ രസാട്ടോ തിന്ന. അതുകൊണ്ട് ഇന്ന് രാവിലെ എല്ലാം കഴിഞ്ഞു അതില്. എന്നിട്ടും ബാക്കിയാ രസം ഉണ്ടാവില്ല, എന്ന് തിന്നാൻ പറ്റില്ല. ഒരു ദിവസമൊക്കെ തിന്ന എപ്പോഴെങ്കിലും ഒക്കെ. അത് വാങ്ങിയാ മതി. ഇത് കാര്യമായിട്ട് നമ്മളെ പൂളൊക്കെ വെക്കുമ്പോ, എല്ലും പൂളയും വെക്കുമ്പോൾ ഇത് പറ്റുള്ളൂ. നമുക്ക് വീട് പണി ഇറങ്ങുമ്പോ കുറച്ച് കപ്പ അധികം വാങ്ങുക, എന്നിട്ട് കറി ഉണ്ടാക്കാം. എല്ലും പൂള അല്ലേ? മലപ്പുറത്തേക്കാണോ തോന്നുന്നില്ല എല്ലും പൂളയും? പൂള ബിരിയാണി കൂടുതൽ ഇറച്ചിയും പൂളയും. ഇത് പച്ചമുളക് ഇട്ടിട്ടേ അതിലിട്ട് പൂളയിലിട്ട് വെക്കും. രസമാണ്. പച്ചമുളക് കിട്ടിയാണ്. പിന്നെ കറി തന്നെ മാറുന്നല്ല. നമ്മള് കഞ്ഞിവെള്ളവും പച്ചവെള്ളവും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തു. നമ്മളെ കറി എത്ര വേണമെന്ന് നോക്കിയിട്ട് കുറച്ച് മതി. ഇതൊന്ന് തിളക്കട്ടെ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ കറി ഒന്നും കൂട്ടി ആർക്കും മതിയാവില്ല, ഇത്രയും ടേസ്റ്റ് ഉള്ള സാധനം. ചക്കക്കുരു ഇട്ട് വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ കുടിച്ചാൽ തന്നെ രസമാണ് ശരീരത്തിന്. പരിപ്പിട്ടും വെക്കും. അതല്ല, ഇതേപോലെ ഇതിന്റെ വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് വയറിനൊക്കെ നല്ല സുഖമാണ്. ശരിക്കും നമ്മള് സൂപ്പ് പിടിക്കില്ല റെസ്റ്റോറന്റ് ചെന്നിട്ട്? ഇറച്ചി മീനും അതൊക്കെ വെറുതെ ഇത്. ഈ സൂപ്പ് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ എപ്പോഴും കിട്ടൂലെന്നുള്ളൂ, എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ. ഉണ്ടാവുമ്പോ അത് രസമാണ്. അപ്പൂസ് ഏത് ചിക്കനും മീനുണ്ടെങ്കിലും മുരിങ്ങുണ്ടെങ്കിലും അവൻ അതേ കൂട്ടുള്ളൂ. അത് കളയാണ്. അപ്പൂസ് ഇത് വേണോ, അത് കളയാണ് കേട്ടോ പറഞ്ഞാലേ കളയലാണ് പാഞ്ഞു വന്നിട്ട് അതെടുത്ത് കുടിച്ചിട്ട് എത്ര പ്രശ്നമായാലും കുട്ടിയെ കുടിച്ചിട്ട് കിടക്കുള്ളൂ. തിളക്കട്ടല്ലേ ഇത്? തിളച്ചോ? തിള വരുന്നുള്ളൂ. തിളച്ചതിന് ശേഷം മുരിങ്ങയിലിട്ട് കൊടുക്കുക. അപ്പൊ നമ്മളെ മുരിങ്ങന്റെ വെള്ളം തിളച്ചു കേട്ടോ. നമുക്ക് മുരിങ്ങയിലിട്ട് കൊടുക്കാം. ഇന്നലെ 2 ദിവസം നമുക്ക് വീഡിയോ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ബിസി ആയ കാരണമാണ് നമ്മൾ പറഞ്ഞത്. 5 മണിക്കൊക്കെ വീഡിയോ എടുക്കാൻ നിന്നാ പിന്നെ എഡിറ്റും അപ്ലോഡിങ് ഒക്കെ ആവുമ്പോഴേക്കിന് പിന്നെ അപ്പുറത്തേക്ക് നമ്മളെ സാധനങ്ങളൊക്കെ മാറ്റലും കുറെ സമയം. ഇന്നും ഇനി പണിക്ക് പോണം. അപ്പൊ പിന്നെ നേരത്തെ തന്നെ ഇനി രാത്രി ഞങ്ങൾക്ക് ഞാൻ അവിടെ കുറെ പണിയെടുക്കാണ്ട് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങോട്ട് പോവാൻ നിക്കാണ്. അപ്പൂസ് ഇപ്പൊ തന്നെ എവിടെയല്ലേ അമ്മ പണിസ്ഥലത്ത് വീടിന്റെ? എന്തേലും പണി കൈക്കോട്ടോട് ഇങ്ങനെ എടുത്താ മതി. ഇവിടെ ഇപ്പൊ ക്രിക്കറ്റ് കളിയാ. ഇപ്പൊ ക്രിക്കറ്റാണോ? നട്ടുവെച്ച് നേരത്തെ ഈ സമയത്താ ക്രിക്കറ്റ് കളിക്കാം. എന്താ പറയാ, ഇത് കുട്ടികളുണ്ടാവുമ്പോഴല്ലേ കളിക്കുള്ളൂ, അല്ല ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ വിരുന്ന മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കളിക്കാന്നുള്ളൂ. അപ്പൊ മുരിങ്ങ കുറച്ചൊന്ന് തിളച്ചാ മതി കേട്ടോ. കൂടുതൽ തിളച്ച് വന്നാല് വെള്ളം മാത്രം കുടിച്ചാൽ മതി. കുറച്ച് വെള്ളം കൂടുതൽ ഉണ്ടാക്കും. ഇതിൽ വെള്ളം ഒഴിക്കേ ഇനി ഒഴിക്കാൻ പറ്റൂല.
വെള്ളം കുടിച്ചാൽ കണ്ടില്ല വേറെ സുഖം. ഇത് കൂടുതൽ എന്താണെന്നറിയോ, കയ്പ്പ് ഉണ്ടാവും. അല്ല മുരിങ്ങക്കറി കയ്പ്പ് ഉണ്ടാവും. അപ്പൊ പാകത്തെ വേവിന് എന്നിട്ട് ഓഫാക്കണം കേട്ടോ തീ. ഇപ്പൊ നമ്മള് ചോറ് തിന്നാൻ പോവാണ്. കണ്ടോ, ചിക്കൻ്റെ കുറച്ച് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ സോയാബീന്, മാങ്ങ അച്ചാറ്, നമ്മളെ സ്പെഷ്യൽ മുരിങ്ങ താളിപ്പ്. ഒഴിക്കട്ടെ കറി? കാണാൻ രസല്ലേ? കറി ഒഴിച്ചാൽ കാണൂല, പക്ഷെ എന്നാലും ഭയങ്കര രസമാണ്. അപ്പൂസിനെ കാണാനല്ലോ. അപ്പൂസിനെ എന്താ റവപ്പുമാവ് ഉണ്ടായത് രാവിലത്തെ, അത് അത്യാവശ്യം കഴിച്ചിട്ടാണ് പോയത്. അപ്പൊ ഇനി ഇപ്പോഴൊന്നും വേണ്ടല്ല, കളയേണ്ട ഒരു വിചാരിച്ചിട്ടോന് ഒക്കെ തിന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വേണ്ടില്ല. മാങ്ങച്ചാറട്ടെ ഇട്ട് കൊടുക്കാൻ ഇവിടെ തണുപ്പുണ്ട് കേട്ടോ അമ്മ. ചുക്കുള്ളോ ചായ ചൂടുള്ള. ഹായ്, അപ്പൊ നമ്മള് ചോറിനാൻ പോവാണ് അല്ലേ? അങ്ങനെയുണ്ട്, അടിപൊളിയാണ്. അപ്പൊ നമ്മള് ചോറിനട്ടഞ്ഞ് എല്ലാരും ചോറിനൊന്ന് വിചാരിക്കണേ. എത്ര സമയമായി? 2:45. അപ്പൊ നമ്മള് ഇന്നത്തെ ചെറിയൊരു വിശേഷം നിർത്തുകയാണ്. നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പൊ എല്ലാവരും നമ്മളെ സുഹേറിനും കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയാണ്, പ്രാർത്ഥിക്കാം.